മോനെ, നിന്നെക്കുറിച്ച് അമ്മ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ മോനെ? മോനിങ്ങനെ നടന്നാൽ പോരാ. നിൻ്റെ താഴെ 3 മക്കളുണ്ടല്ലോ. അമ്മ പോയാൽ പിന്നെ അവർക്ക് ആരാ ഉള്ളത്? അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മ എത്ര കാലം ഉണ്ടെന്ന് അറിയത്തില്ല. പപ്പയില്ലാത്തതുകൊണ്ടാണോ നീ ഇങ്ങനെ നടക്കുന്നത്? മോൻ മിടുക്കനായിട്ട് കാണണമെന്ന് എൻ്റെ ആഗ്രഹം. അത് കണ്ടിട്ട് ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു. എന്താ അമ്മയോ? അമ്മക്ക് തെറ്റി. പിടിക്കടാ. എടാ നമുക്കും പോവാടാ. മോനെ ഇന്ന് സ്കൂളിൽ പോയിട്ട് എന്താ ഉണ്ടായിരുന്നു വിശേഷം? ഇന്നെന്നെ പഠിപ്പിച്ചേ? നല്ല ടീച്ചർമാരും മാഷന്മാരും ഇന്ന് വന്നോ? ഇല്ലേ? പരീക്ഷ ഒന്നും ഇല്ലായിരുന്നു ഇന്ന്? ഇല്ലായിരുന്നു. ഇന്നലെ പഠിപ്പിച്ചു. ഞാൻ ഗ്രൂപ്പ് സോങ്ങിനും ഉണ്ട്, ദേശഭക്തി ഗാനത്തിനുമുണ്ട്. അമ്മ ഞാൻ ഉറുദു പാട്ടിനുമുണ്ട്, പിന്നെ ചവിട്ടി നിർമ്മാണത്തിനുമുണ്ട്. അമ്മ ഞാൻ ശാസ്ത്രോത്സവം നമ്പർ ചാർട്ടിനുമുണ്ട്. ചവിട്ടി നിർമ്മാണമാണ്. അമ്മയുടെ കഴിവെല്ലാം മക്കൾക്കും കിട്ടിയിട്ടുണ്ടല്ലോ. അമ്മയും മക്കളെന്താ പരിപാടി? നല്ല തീറ്റയാണല്ലോ. മൂത്തവന് വന്നു പോയോ? പിന്നെ എന്റെ മോന് തരാതിരിക്കുവോ? മോൻ വേണ്ടേ എല്ലാവരെയും നോക്കാം? അനിയനെയും അനിയത്തിമാരെയും എല്ലാം നോക്കാം. മോൻ വേണ്ടേ? ഞാൻ എന്താണ് അമ്മയെ പിന്നെ ആരാ നോക്കട്ടെ? ഞാൻ വെറുതെ ഒരു പൊണ്ണു പറഞ്ഞു ചക്കര അമ്മ. ചേട്ടാ ഇവിടെ ഇരുന്നോ. ചേട്ടാ ചേട്ടനെ കേക്ക് വേണോ? കേക്കൊന്നും വേണ്ട, എനിക്ക് അവതരിക്കാൻ എടുത്തു തന്നാ. മോൻ അമ്മ വിളിച്ചു തരണോ? മോനിങ്ങനെ നടന്നാൽ പോരാ. നിൻ്റെ താഴെ 3 മക്കളുണ്ടല്ലോ. അമ്മ പോയാൽ പിന്നെ അവർക്ക് ആരാ ഉള്ളത്? മോനെ, നീ എന്തിനാടാ കരയുന്നത്? നിന്റെ അമ്മ സ്വർഗത്തിൽ പോയാടാ, നീ കരയണ്ട. അച്ഛാ, ഞാൻ കാരണം എൻ്റെ അമ്മയെ എനിക്ക് നന്നായി നോക്കാൻ പറ്റിയില്ല അച്ഛാ. ഞാൻ നന്നായി നോക്കി എൻ്റെ അമ്മ ഇത്ര ഇവിടെ ഒന്നും പോവില്ലായിരുന്നു അച്ഛാ. നീ നന്നായി ജീവിച്ചു. നിന്റെ അമ്മയുടെ ആഗ്രഹം അതായിരിക്കും. അച്ഛാ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. മോനെ, ഞാൻ മുറിയിലേക്ക് പോവുകയാണ്. അച്ഛാ, ഇനി ഞാൻ ഒരിക്കലും തെറ്റായ വഴി നടക്കില്ല. നീ നന്നായിട്ട് ജീവിക്ക്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ, എൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും മറന്ന് ഞാൻ നടന്നു. എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കിക്കൊള്ളും എന്ന് ഞാൻ അമ്മയുടെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വാക്ക് ഞാൻ പാലിച്ചില്ല. അതൊക്കെ മറന്ന് കൂട്ടുകാരോടൊത്ത് സുഖം തേടി നടന്നു. എന്നോട് ക്ഷമിക്കണമേ. ഇനി ഒരിക്കലും പാവ വഴിയിൽ ഞാൻ പോകില്ല. ഇതാ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ നയിക്കണമേ.